ട്രെയിനുകൾക്ക് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസിന് ഓച്ചിറയിലും മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം എക്സ്പ്രസിന് ശാസ്താംകോട്ടയിലും സ്റ്റോപ്പ് അനുവദിച്ചു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഇടപെടലിലാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ നടപടി. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, കേരളത്തെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം നമ്മൾ കുറച്ച് നാളുകളായി കാണുന്നുണ്ട്. ഇപ്പോൾ ട്രെയിനുകൾക്ക് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിച്ചുകൊണ്ട് നമ്മുടെ യാത്രാ ക്ലേശത്തിന് വലിയ പരിഹാരം മുന്നോട്ട് വച്ചിരിക്കുകയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. വിവരങ്ങൾ. നീലിമ, കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും കേരളത്തോട് പ്രത്യേക താല്പര്യം കാണിക്കുന്ന ഒരു മന്ത്രാലയവും മന്ത്രിയുമാണ്. ട്രെയിനുകൾക്ക് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസിന് ഓച്ചിറയിലും മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം എക്സ്പ്രസിന് ശാസ്താംകോട്ടയിലും സ്റ്റോപ്പ് അനുവദിച്ചു. ശ്രീകാന്ത്, കേൾക്കാമോ? ശ്രീകാന്ത്, വലിയ ഇടപെടലാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ജോർജ് കുര്യന്റെ ഇടപെടലിലാണ് ഈ ഒരു സൗകര്യം മലയാളികൾക്ക് ലഭിക്കുന്നത്. വിവരങ്ങൾ എന്തെല്ലാം? നീലിമ, നിലവിൽ ഈ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും കേരളത്തെ എക്കാലവും ചേർത്ത് നിർത്തിയിരുന്ന മന്ത്രാലയവും മന്ത്രിയുമാണ് എന്ന് പറയേണ്ടി വരും. ശബരി റെയിൽപാതയാകട്ടെ, ഈ അടുത്ത് ഇപ്പോൾ നമുക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള എറണാകുളം ഷൊർണൂർ മെമു നിലമ്പൂരിലേക്ക് നീട്ടിയ നടപടിയാകട്ടെ, ഒപ്പം തന്നെ റെയിൽ പാത ഇരട്ടിപ്പിക്കലാകട്ടെ, എല്ലാത്തിലും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കേരളത്തെ ചേർത്ത് തന്നെ പിടിച്ചിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരുന്നത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഇടപെടലിൽ 16,366 നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസിന് ഓച്ചിറയിൽ ഇപ്പോൾ സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നു. 16,605/16,606 മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം എക്സ്പ്രസിന് ശാസ്താംകോട്ടയിലും സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നു. ഇത് കേന്ദ്ര മന്ത്രി റെയിൽവേ മന്ത്രിക്ക് ജോർജ് കുര്യൻ അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അവിടുത്തെ ജനങ്ങളുടെ കുറെ നാളുകളായുള്ള ആവശ്യമാണ് ഈ ഓച്ചിറയിലും ശാസ്താംകോട്ടയിലും ഈ രണ്ട് തീവണ്ടികൾക്കും സ്റ്റോപ്പ് അനുവദിക്കുക എന്നുള്ളത്. അതിൽ കേന്ദ്രമന്ത്രി, കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇടപെട്ടു. അശ്വിനി വൈഷ്ണവ് അത് നടപ്പാക്കുകയും ചെയ്തു. അതിന് കത്ത് മുഖേന അത് ജോർജ് കുര്യനെ അറിയിച്ചിട്ടുമുണ്ട്. ശരി, ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.